ശരി, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ മറ്റൊരു വാക്യം ഞാൻ കാണിക്കാം. ഈ വാക്യങ്ങൾ നിങ്ങളുടെ വേദപുസ്തകത്തിലുള്ളത് തന്നെയാണ്. നിങ്ങളത് വായിച്ചിട്ടുണ്ടാകാം. ഞാനത് പിന്നെയും നിങ്ങളെ കാണിച്ചു തരികയാണ്. ഇത് പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങൾ എങ്ങനെ വരണമെന്നാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 5:23. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പം, നമ്മൾ സാധാരണ യാഗപീഠത്തിൽ കൊണ്ടുവരുന്ന യാഗം പ്രാർത്ഥനയാണ്. കർത്താവെ, ഞാൻ രോഗിയാണ്, സൗഖ്യമാക്കണേ. എൻ്റെ കുഞ്ഞു രോഗിയാണ്, സൗഖ്യമാക്കണേ. കർത്താവെ, ഞങ്ങൾ ബുദ്ധിമുട്ടുള്ള സാഹചര്യം, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് തരണേ. ഞങ്ങൾക്കൊരു നല്ല ജോലി തരണേ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം അവിടെ നിന്ന് പരിഹരിക്കണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളിലെ ഫീസ് കൊടുക്കാൻ ഞങ്ങളെ സഹായിക്കണേ. സ്കൂളിലെ ഫീസ്, കോളേജിലെ ഫീസ്, ഇങ്ങനെ പല ആവശ്യങ്ങളും നമുക്ക് വരാറുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്ക വരും. ചിലപ്പം ദൈവത്തിൻ്റെ അടുക്ക വന്ന് നാം പറയും, കർത്താവെ, എന്നോട് ക്ഷമിക്കണേ. നിങ്ങളുടെ യാഗം എന്തു തന്നെയാണെങ്കിലും, നിങ്ങൾ യാഗം കഴിക്കാനായിട്ട് യാഗപീഠത്തിലേക്ക് വരുമ്പോൾ അവിടെ വെച്ച് നിങ്ങൾക്ക് ഓർമ്മ വരികയാണ്, നിൻ്റെ ഭാര്യയെ നീ മുറിപ്പെടുത്തി, നിൻ്റെ ഭർത്താവിനെ മുറിപ്പെടുത്തി, ഒരു സഹോദരനോട് നീ മോശമായിട്ട് പെരുമാറി, ഒരു സഹോദരിയോട് അവർ നിന്നോടൊന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ ഹൃദയം വേദനിച്ചിട്ടുണ്ട്. അവരുടെ ഉള്ളിലുണ്ടായ ആ കാര്യം ന്യായവിധി നാളിൽ നിനക്കെതിരായിട്ട് വരും. അവരൊന്നും പറഞ്ഞില്ലെങ്കിലും, എന്നാൽ നിനക്കറിയാം നീ അവരെ മുറിപ്പെടുത്തിയെന്നു. നീ അവർക്ക് ദോഷം ചെയ്തു, അവർക്കെതിരെ സംസാരിച്ചു. കർത്താവ് എന്താ പറയുന്നത്? പിന്നെ പോയി ക്ഷമ ചോദിക്കാമെന്നൊന്നും അല്ല. നിന്റെ യാഗവസ്തു അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന നിർത്തുക. യേശു പറയുന്നത് നിങ്ങൾ കേട്ടോ, പ്രാർത്ഥന അവിടെ നിർത്തുക. ഇവിടെ അതാ പറയുന്നു. നിന്റെ പ്രാർത്ഥന അവിടെ നിർത്തിയിട്ട്, അതിങ്ങനെ പറയാം, പ്രാർത്ഥിക്കുന്നത് നിർത്തുക. ഒന്നാമത് ചെയ്യേണ്ടത്, നീ പോയി അവനോട് നിരന്നുകൊള്ളുക. നിന്റെ ഭാര്യയോ നിന്റെ ഭർത്താവോ നിന്റെ സഹോദരനോ അതേത് മനുഷ്യനായാലും പോയി അവനോട് നിരപ്പ് പ്രാപിക്കുക. കൂട്ടായ്മയിലേക്ക് മടങ്ങി വരിക. നീയുമായിട്ട് കൂട്ടായ്മ ഇല്ലാത്ത ഒരാളാണ് എങ്കിലും നിരപ്പ് പ്രാപിക്കുക. എന്നിട്ട് മടങ്ങി വരിക. എന്നിട്ട് പറയുക, സ്വർഗീയ പിതാവേ, നീ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു, ആ കാര്യത്തിൽ ഞാൻ നിരപ്പ് പ്രാപിച്ചു. ഇനിയും അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കുമോ? എൻ്റെ രോഗിയായ കുഞ്ഞിനെ സൗഖ്യമാക്കണേ. എൻ്റെ വീട്ടിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണേ. നിങ്ങളിപ്പോൾ കണ്ടോ നിങ്ങളുടെ പലരുടെയും പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ടാണ് ഉത്തരം കിട്ടാത്തതെന്ന്? ഇന്ന് നീ അത് മനസ്സിലാക്കിയോ? കാരണം ഒന്നാമത് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യമല്ല നീ ചെയ്യുന്നു. 24-ാം വാക്യത്തിൽ ഒന്നാമതെന്നുള്ള പദം നിങ്ങൾ കണ്ടോ? ഒന്നാമത്, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്നാമത് നിൻ്റെ ഭാര്യയോട് നിരപ്പ് പ്രാപിക്കുക, നിൻ്റെ ഭർത്താവിനോടോ സഹോദരനോടോ സഹോദരിയോടോ അപരിചിതനോടോ. എന്നിട്ട് വരിക. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് നിരന്നുകൊള്ളുക. അവൻ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ പറയും, ഇവൻ എന്നെ മുറിപ്പെടുത്തി, എന്നാൽ ഒരിക്കലും നിരപ്പ് പ്രാപിച്ചില്ല. പെട്ടെന്ന് അവനോട് ഇണങ്ങിക്കൊള്ളുക. അതുകൊണ്ട് പ്രിയ സഹോദരീശ്വരന്മാരെ, ഇതെൻ്റെ ഹൃദയത്തിലുണ്ടായ ഭാരമാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നു ഇത് നമ്മളെ ആ ന്യായവിധി ദിവസം സഹായിക്കും. നമുക്ക് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലേക്ക് പോകാം. ഇതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യമാണിത്. അത് നാം കാണുന്ന 31-ാം വാക്യത്തിലാണ്. 1 കൊരിന്ത്യർ 11:31. ഇതെൻ്റെ സ്വന്തം ജീവിതത്തിൽ എന്നെ വളരെയധികം സഹായിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. നാം നമ്മെ തന്നെ വിധിച്ചാൽ ആ അന്ത്യനാളിൽ നാം വിധിക്കപ്പെടുകയില്ല. ഞാൻ പറയട്ടെ, അന്ത്യന്യായവിധി നാളിൽ ഞാൻ വിധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ഭാവനയിൽ കാണാറുണ്ട്, ക്രിസ്തു ന്യായവിധിക്കായിട്ട് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഓരോരുത്തരായിട്ട് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ അവരെ ന്യായം വിധിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ആ ജീവൻ്റെ പുസ്തകം, ആ വീഡിയോ, അവൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിന് മുഴു ചിത്രം അവിടെ കാണപ്പെടുന്നു. മുഴു ലോകവും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പലരുടെയും പല കാര്യങ്ങളും നിരപ്പ് പ്രാപിക്കാത്തതായിട്ട് നിങ്ങൾ കാണും. ഇന്ന ദിവസം നടന്ന ഇന്ന കാര്യത്തിൽ നീ നിരപ്പ് പ്രാപിച്ചിട്ടില്ല, ദിവസവും സമയം ഉൾപ്പെടെ. നീ ഇതിൽ നിരപ്പ് പ്രാപിച്ചിട്ടില്ല, ഇതിൽ നിരപ്പ് പ്രാപിച്ചിട്ടില്ല. ദിവസവും സമയം ഉൾപ്പെടെയുള്ള വീഡിയോ ആണ്. നിങ്ങളും അത് ഓർക്കും. അന്ന് നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി കാണും. ഓ, അത് ശരിയാണ്, അതും ശരിയാണ്, അതും ശരിയാണ്. കർത്താവിനോട് നിങ്ങൾക്ക് വാദപ്രതിവാദം നടത്താൻ കഴിയില്ല. കാരണം അത് വരുന്നത് നിങ്ങളുടെ തന്നെ ഓർമ്മയിൽ നിന്നാണ്. ഇന്ന് നമ്മുടെ ഓർമ്മ പൂർണ്ണമല്ല. ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പം അത് പൂർണ്ണമായിരിക്കും. ഒരു ശിശുവായിരുന്നപ്പോൾ തൊട്ട് നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ കാണും. ആ ദിവസം ദൈവം ചെയ്ത് നിങ്ങളുടെ ഓർമ്മയെ റീവൈൻഡ് ചെയ്യുകയാണ്. അതെല്ലാം ഒരു വീഡിയോ പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും.
അടുത്ത ആൾ വരുമ്പോൾ അവൻ്റെ ഓർമ്മയും റിവൈൻഡ് ചെയ്യപ്പെടും. അതും അവിടെ കാണിക്കും. അങ്ങനെ അത് കാണിക്കുമ്പം നിങ്ങൾക്ക് തർക്കിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ തന്നെ ഓർമ്മ പറയാണ്, നീ അത് ചെയ്തു, നീ അങ്ങനെ പറഞ്ഞു, അന്ന് നീ അവനോട് അങ്ങനെ പെരുമാറി. അങ്ങനെ ന്യായവിധി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ അവസരം വന്നു. ഞാൻ പറയും, കർത്താവേ, ഒരു കാര്യം പോലും എന്നെ വിധിക്കാൻ നിനക്ക് കാണരുത്. അത് സാധ്യമാണോ? കഴിയുമെന്നാണ് വചനം പറയുന്നത്. വിധിക്കപ്പെടാൻ ഒന്നുമില്ലാതെ അന്ന് എങ്ങനെ അവിടെ നിനക്ക് നിൽക്കാൻ കഴിയും? ഒരു കാര്യം മാത്രം നീ ചെയ്താൽ മതി. ഇന്ന് നീ നിന്നെ തന്നെ ന്യായമായിട്ട് വിധിക്കുക. ഇതെൻ്റെ ഇഷ്ടമുള്ള വാക്യമായി തീർന്നത് അതുകൊണ്ടാണ്. ഞാൻ ദൈവമുമ്പാകെ പറയട്ടെ, ഞാൻ എല്ലാ ദിവസവും എന്നെ തന്നെ വിധിക്കുന്നു. എല്ലാ ദിവസവും എന്നെ വിധിക്കുക മാത്രമല്ല, ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ഞാൻ എന്നെ വിധിക്കുന്നു. ഒരു മോശം ചിന്ത വന്നാൽ ഉടനെ ഞാൻ അതിനെ തള്ളിക്കളയും. അബദ്ധവശാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ക്ഷമ ചോദിക്കും. നിങ്ങൾ പറയും, ഇതെന്താണ്, ഇത് ഭ്രാന്തമല്ലേ? എന്നാൽ ആ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കാണും എൻ്റെ അക്കൗണ്ടിൽ ഒന്നുമില്ലെന്നുള്ള കാര്യം. നിൻ്റെ അക്കൗണ്ടിൽ ഒന്നും കാണരുതെന്ന് നീ ആഗ്രഹിക്കുന്നു, അതോ മനുഷ്യനെന്ത് പറയുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നു? ആളുകൾ എന്ത് പറയുമെന്നുള്ളത് എനിക്ക് വിഷയമല്ല. ഇപ്പം ഞാൻ എന്നെ തന്നെ വിധിക്കും. അങ്ങനെ ആ ദിവസം ഞാൻ വിധിക്കപ്പെടുകയില്ല. ഞാൻ ദൈവത്തെ വളരെയധികം ബഹുമാനിക്കുന്നു. അവൻ എനിക്ക് ദോഷം ചെയ്യുമെന്നുള്ളതല്ല എൻ്റെ ഭയം. അല്ല, എൻ്റെ ഭയം ഞാൻ അവനെ മുറിപ്പെടുത്തുമെന്ന്. അതാണ് ഞാൻ ഭയപ്പെടുന്നത്. ദൈവം എന്നെ മുറിപ്പെടുത്തുമെന്നുള്ള ഭയം എനിക്കില്ല. എന്നാൽ ഞാൻ അവനെ മുറിപ്പെടുത്തുമെന്ന് എനിക്ക് വളരെയധികം ഭയമുണ്ട്. എൻ്റെ ഇടപാടുകളിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ, ഞാൻ ചെയ്ത ഒരു കാര്യത്തിലൂടെ, ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിലൂടെ എൻ്റെ സ്വർഗപിതാവിനെ എനിക്ക് മുറിപ്പെടുത്തണ്ട. എനിക്ക് ഇത്രമാത്രം ചെയ്തു എന്ന് അവനെ എനിക്കിനി മുറിപ്പെടുത്തണ്ട. അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ വിധിക്കുന്നത്. സ്വർഗത്തിൽ എനിക്ക് പ്രത്യേക സീറ്റ് കിട്ടാൻ വേണ്ടിയല്ല എന്നെ വിധിക്കുന്നത്. നാളുകൾക്ക് മുമ്പ് ഞാൻ കർത്താവിനോട് പറഞ്ഞു, എനിക്കൊരു പ്രത്യേക സീറ്റും വേണ്ട, എനിക്ക് നിത്യത മുഴുവനും അങ്ങയോട് ചേർന്നിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും എന്നെ തന്നെ വിധിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ലോകത്തിൽ എൻ്റെ ജീവിതം വളരെ സന്തോഷപ്രദമാക്കുന്നു. രാത്രിയിൽ എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നു. എൻ്റെ ഉറക്കത്തിന് ഒരു തടസ്സവും ഉണ്ടാകാറില്ല. ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ എനിക്ക് ഉണ്ടാകാറില്ല. കട്ടിലേ കിടന്നുകൊണ്ട് ഞാൻ ചിന്തിക്കില്ല, ആ മനുഷ്യനെ എന്ത് ചെയ്യണം, ഈ മനുഷ്യനെ എന്ത് ചെയ്യണം. ഇല്ല, എനിക്ക് വളരെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയും. ആളുകൾ പറയും, പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടത്തില്ല. എന്നാൽ എനിക്ക് കിട്ടുന്നുണ്ട്. അതിന് കാരണം ഞാൻ എല്ലാ ദിവസവും എന്നെ തന്നെ വിധിക്കുന്നു. ചെറുപ്പക്കാരായ നിങ്ങളിൽ ചിലർക്ക് എന്തുകൊണ്ടാണ് നല്ലതായിട്ട് ഉറക്കം കിട്ടാത്തത്? ചിന്തിച്ചു നോക്കിയ, പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? സഹോദര സഹോദരി, നിങ്ങളെ തന്നെ വിധിക്കുക. നിങ്ങളെ തന്നെ വിധിക്കുക. നിങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നിൻ്റെ മനസ്സാക്ഷി നിന്നോടത് പല പ്രാവശ്യം പറഞ്ഞു. നീ പറയുകയാണ്, മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്. കുറച്ച് കഴിയുമ്പോൾ മനസ്സാക്ഷി മിണ്ടത്തില്ല. അതിൻ്റെ നഷ്ടം നിങ്ങൾക്കാണ്. കാരണം മിണ്ടരുതെന്ന് നീ നിൻ്റെ മനസ്സാക്ഷിയോട് പറഞ്ഞു, അതിപ്പം മിണ്ടുന്നില്ല. നീ തെറ്റായ പല കാര്യങ്ങളും ചെയ്യുന്നു, നിൻ്റെ മനസ്സാക്ഷി മിണ്ടുന്നേയില്ല. അതാണ് ചില ആളുകൾക്ക് സംഭവിച്ചിരിക്കുന്നത്. അവരവരുടെ മനസ്സാക്ഷിയോട് പറഞ്ഞു, വാ തുറക്കരുത്, ഞാൻ നിന്നെ കേൾക്കത്തില്ല. അവരവരെ തന്നെ നീതീകരിക്കും. ഇല്ലില്ല, ഞാൻ ചെയ്ത കാര്യമാണ് ശരി, അവൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്. മനസ്സാക്ഷി പറയും, ശരി, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല സാറേ. അതിൻ്റെ നഷ്ടം നിനക്കാണ്. നിങ്ങളുടെ മനസ്സാക്ഷിക്കെതിരായിട്ട് നിങ്ങൾ പോകുമ്പോൾ നീ അത് ചെയ്യാറുണ്ടോ? ദൈവം ഒരു കാര്യം പറയുമ്പോൾ നീ നിന്നെ തന്നെ നീതീകരിക്കുമോ? എനിക്ക് നിങ്ങളോട് സാധാരണമുണ്ട്. അതിനെ ശ്രദ്ധിക്കുക. നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരാളോട് നിങ്ങൾ ക്ഷമ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെടാനാണോ? ഒന്നുമില്ല. അവനോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല. സത്യത്തെ അവനെതിരെ ഒന്നും ഞാൻ ചെയ്തില്ല, എങ്കിലും ക്ഷമ ചോദിച്ചു. എന്ത് നഷ്ടപ്പെടാനാണോ? നിന്റെ അഭിമാനത്തിന് കുറച്ചിലാണോ? എൻ്റെ മുഴുവൻ അഭിമാനവും കളയാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊരു മാനവും വേണ്ട. ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒരു പാപിയാണ്. എന്നാൽ ഞാൻ ക്ഷമ പറയേണ്ടിയിരുന്നിട്ടും ക്ഷമ പറയാതെ ഇരുന്നാലോ? അത് വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് കുറച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, 1 കൊരിന്ത്യർ 11:31 നിങ്ങൾക്കൊരു മാർഗരേഖയാകുമെന്ന്. ആ ന്യായവിധി നാളിൽ നിങ്ങളുടെ സമയം വരും, എൻ്റെ സമയം വരും. നാം പരസ്പരം നമ്മുടെ വീഡിയോ ടേപ്പ് കാണും. ഞാൻ പ്രതീക്ഷിക്കുന്നു അന്ന് നിങ്ങളുടെ അക്കൗണ്ടിലൊന്നും കാണില്ലെന്ന്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.